ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ക്ലാസ്സുമായിട്ട് വരുന്നത് എനിക്കധികം മെസ്സേജുകളൊന്നും കിട്ടിയിട്ടില്ല. 3-4 മെസ്സേജുകൾ വന്നു. ഒരാളെന്നെ വിളിക്കുകയും ചെയ്തു. ഈ അടുത്ത് വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് NCERT പഠിക്കണമോ എന്ന് ചോദിച്ചിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ UPSC പ്രിലിംസിനല്ല പഠിക്കുന്നത്, IAS എക്സാമിനല്ല പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് കേരള PSCയുടെ 10th ലെവൽ എക്സാമുകൾക്കാണ് അല്ലേ? ഇനി വരുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് NCERT പഠിക്കാൻ പറ്റുമെന്നാണ്. ഈ കഴിഞ്ഞ എക്സാമിന്, അതായത് ഇന്ന് നടന്ന എക്സാമിന്, അല്ലെങ്കിൽ ഡിസംബർ 28 നടന്ന എക്സാമിന് എല്ലാം കൂടി മുൻകാല ചോദ്യങ്ങളും SCERT പാഠഭാഗവും ഒഴിവാക്കിയാൽ, അതും SCERTയിൽ നിന്ന് തിരഞ്ഞെടുത്ത പാഠങ്ങളും ഒഴിവാക്കി അത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് 95-ലധികം മാർക്ക് കിട്ടും. 95-ലധികം മാർക്ക്. അത് പോരെ നിങ്ങൾക്ക്? ഏതെങ്കിലും NCERTയിൽ നിന്ന് മാത്രമൊന്നല്ല ആ ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യങ്ങൾ വരുന്നത് UPSCയുടെ വിവിധ എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ വിവിധ സ്റ്റേറ്റ് PSCകളുടെ എക്സാം ഉണ്ട്. അയാൾ ആ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾ അതിനെ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സോഴ്സ് ഞാൻ പറയാം. ഞാനതൊക്കെ നോക്കുന്നതാണ്. ടെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് TEST ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ചോദ്യവും ടെക്സ്റ്റ് ബുക്കും നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതേ സ്റ്റൈലിൽ PSC ചോദിച്ച അതേ സ്റ്റൈലിലുള്ള ചോദ്യങ്ങൾ കാണാം. അപ്പം അവിടെ നിന്നായിരിക്കും ആ ചോദ്യങ്ങൾ കയറി വന്നത്. അല്ലാതെ ഈ ചോദ്യകർത്താക്കളോട് എന്തായാലും PSC നിങ്ങൾ NCERT ബുക്ക് നോക്കൂ എന്ന് പറയാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ പരിമിതമായ 25 വർഷക്കാലമായി ഞാൻ PSC കോച്ചിങ് രംഗത്തുണ്ട്, എൻ്റെ ഒരു അറിവ്. പിന്നെ നിങ്ങളൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനാണ് പഠിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ NCERT അടക്കമുള്ള ഭാഗങ്ങൾ കവർ ചെയ്യേണ്ടി വരും. കാരണം അതൊരു ഡിഗ്രി ലെവൽ എക്സാമാണ്. നിങ്ങൾ 10th ലെവലാണ്. നിങ്ങളിൽ ബഹുഭൂരിഭാഗവും സാധാരണക്കാരാണ്, എനിക്കറിയാം. ഞാനും ഒരു സാധാരണക്കാരനായിരിക്കുമ്പോഴാണ് PSC പരീക്ഷകൾ എഴുതിയത്. ഞാൻ എഴുതിയ എക്സാമുകൾ മുഴുവൻ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളിലെ പോലെ ഒരു സാധാരണക്കാരൻ, അത്രമാത്രം കൂട്ടിയാൽ മതി. അപ്പം നമുക്കൊക്കെ പഠിച്ചെടുക്കുന്നതിന് ഒരു പരിധിയില്ലേ? കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള വരുമാനം ചിലപ്പോൾ നിങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും. ഒരാൾ പറഞ്ഞു ജോലിയൊക്കെ ഉണ്ട് ഒഴിവാക്കിയാൽ, നിങ്ങളൊരു ജോലിയും തൽക്കാലം ഒഴിവാക്കാൻ പോകണ്ട. നിങ്ങൾ പോകുന്ന ജോലിക്ക് സ്വസ്ഥമായിട്ട് പോവുക, ജോലി ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് 3-4 മണിക്കൂർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ആ 3-4 മണിക്കൂർ പഠിച്ച് ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കുക. ക്ലിയർ? സാധിക്കും. അത് ശരിക്കും ഒരു വർഷത്തെ പരിശ്രമം മതി. നിങ്ങൾ അതിനെക്കുറിച്ച് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പഠിക്കേണ്ടത് മാത്രം പഠിക്കുക. ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. അത് ടൈം മാത്രമല്ല മാനേജ് ചെയ്യേണ്ടത്. ആ പരീക്ഷയ്ക്ക് എന്ത് വരുന്നു, അതിൻ്റെ സോഴ്സ് എന്താണ്? ഇപ്പോൾ ഈ ഇന്ന് നടന്ന പരീക്ഷയുടെ 98 ചോദ്യങ്ങൾ മുൻകാല ചോദ്യവുമാണ്, അതല്ലെങ്കിൽ SCERT ബുക്ക് എന്നാണ്. അതിലെ ഞാൻ മുഴുവൻ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങളോട്, 85-ലധികം ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചതാണ്. 85-ലധികം ചോദ്യങ്ങൾ. പിന്നെ എന്നോട് കട്ട് ഓഫ് പറയാൻ പറയുന്നുണ്ട്. എനിക്ക് ഈ കട്ട് ഓഫിൻ്റെ രീതിശാസ്ത്രം മനസ്സിലായിട്ടില്ല. ഒരു കട്ട് ഓഫ് ഞാനും പറയാറുണ്ട്, പക്ഷേ ഈ കട്ട് ഓഫ് പറയണമെങ്കിൽ 2 എക്സാമും കൂടി കഴിയണ്ടേ. ഇനി വരാൻ പോകുന്ന 2 എക്സാമുകളെയും കൂടി കണ്ടിട്ട് മാത്രമേ നമുക്കിതിൻ്റെ കട്ട് ഓഫ് പറയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും കട്ട് ഓഫ് പറയുന്നത് മാറാറുമുണ്ട്. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് എന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം അതിന് സമയമായിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇനി PSC നോർമലൈസേഷന് ചിന്തിക്കുകയോ, ചിലപ്പോൾ അടുത്ത എക്സാം വലിയ ടഫാണെങ്കിലോ, അവിടെ നോർമലൈസേഷന് വേണ്ടി ഒരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ചെയ്ത കണക്കുകൂട്ടലൊക്കെ അപ്രസക്തമാകും. കാരണം കണക്കാണ്. നിങ്ങളെ ഓരോരുത്തരുടെയും ഡാറ്റ പരിശോധിച്ചിട്ട് ഒരു കറക്റ്റായിട്ട് നിങ്ങളെ വിലയിരുത്തുന്ന ഒരു സൂത്രവാക്യത്തിലേക്കൊന്നും PSCക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 80 മാർക്കിന് മുകളിൽ ഉറപ്പിക്കുക, 100 മാർക്കിന് വേണ്ടി ശാഠ്യപ്പെടാതിരിക്കുക. ശാഠ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല. എപ്പോഴും പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം.
പക്ഷേ നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ പൂർണ്ണത ഒരു ഷാഢ്യമാകരുത്. ക്ലിയർ? പൂർണ്ണത ഒരിക്കലും നിങ്ങളുടെ ഷാഢ്യമാവരുത്. പൂർണ്ണത ഷാഢ്യമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇപ്പം ഇവിടെ ഇപ്പം നിലവിലുള്ള പാറ്റേൺ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCRTയും. നമ്മൾ 100-ൽ 100 മാർക്ക് വാങ്ങാനല്ല, നിങ്ങൾ 100-ൽ 100% അടിക്കാൻ പോകുന്ന ഒരു എക്സാം അല്ലത്. എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അവരെക്കാൾ കുറച്ചുകൂടി ചോദ്യങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലെത്തി. ഇനി ഇതിൻ്റെ ഞാൻ മറ്റൊരു വഴി ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു കാര്യം, നിങ്ങൾ PSC നിങ്ങൾ നിരന്തരം പഠിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, PSC നിങ്ങൾ നിരന്തരം പഠിക്കണം എന്ന് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നോക്കൂ, ഒരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സാം അല്ല, അതേ നിലവാരം, ഇപ്പോൾ 10th ലെവൽ എക്സാമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം അല്ല, പിന്നീടുള്ള പല ലിസ്റ്റുകളിലും നിങ്ങൾ ആ 10th ലെവൽ എക്സാമുകളിൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം 10th ലെവൽ എക്സാമുകളുടെയൊക്കെ നിലവാരം ഒരുപോലെയാണ്. അപ്പം ആ പഠിച്ചു കഴിഞ്ഞവർ പിന്നീട് നിങ്ങളോട് മത്സരിക്കാൻ വരുന്നില്ല എന്നർത്ഥം. അപ്പം നിങ്ങൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ നിലവാരത്തിലേക്ക് മെല്ലെ 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 വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നിങ്ങൾ മറ്റ് ഉദ്യോഗാർത്ഥികളെക്കാൾ മുന്നിലെത്തി. നിങ്ങളുടെ മുന്നിലുള്ളവർക്ക് ജോലി കിട്ടിപ്പോകുന്നു. കാരണം നിങ്ങൾ നന്നായി പഠിക്കുന്തോറും നിങ്ങളുടെ മുന്നിലുള്ളവർ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിലും മിടുക്കരാവണമല്ലോ. അവർക്ക് ഇതിനെക്കാട്ടിലും നല്ലൊരു ഡീപ്പായിട്ട് അത് ഓർമ്മയിൽ നിൽക്കണമല്ലോ, പലതവണ ആവർത്തിച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് അവരവിടെ എത്തിപ്പോകുന്നത്. അപ്പം അവരുമായിട്ടുള്ള മത്സരം ഒഴിവായി. അതുകൊണ്ട് PSC എന്ന് പറയുന്നത് ഒരു സ്പ്രിൻ്റ് അല്ല, ഒരു ഓട്ട മത്സരമല്ല, മറിച്ച് അതൊരു മാരത്തൺ ആണ്. ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറയുന്നത്? PSC എന്ന് പറയുന്നത് ഒരു സ്പ്രിൻ്റ് അല്ല, ഒരു ഓട്ട മത്സരമല്ല, ഒരു 100 മീറ്റർ ഓട്ട മത്സരമല്ല, നിങ്ങൾ അതിശക്തമായി അധ്വാനിച്ച് ഓടിയെത്തേണ്ട ഒന്നല്ല, മറിച്ച് അതൊരു മാരത്തൺ ആണ്. മാരത്തൺ എന്തിനാണ്? ഒരേ വേഗതയിൽ നമ്മുടെ സ്റ്റാമിന ഉണ്ടായിരിക്കണം, അല്ലേ? അങ്ങനെ ഓടിപ്പോണമെങ്കിൽ അത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതേണ്ടതാണ്. ഓക്കെ, അപ്പം അത് മന്ത്രമായിട്ട് എടുക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ 100 മാർക്കിന് വേണ്ടിയല്ല പഠിക്കുന്നത്, നിങ്ങൾ 90 മാർക്കിന് വേണ്ടി പഠിച്ചാൽ മതി. അപ്പം ചില എക്സാമുകളോട് ചോദിക്കും 96 97 മാർക്ക് വന്ന കട്ട് ഓഫ് മാർക്ക് വന്നില്ലേ? കുറഞ്ഞ വേക്കൻസികൾ വരുന്ന, ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ല സെക്രട്ടേറിയറ്റ് OAക്ക് വരുന്നതിന് കുറഞ്ഞ വേക്കൻസികളേ ഉള്ളൂ, ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഉയർന്നു പോകാനാണ് സാധ്യത. പക്ഷേ ഈ 10th ലെവൽ എക്സാമുകൾ 10-20,000 വേക്കൻസികളിലേക്ക് ഈ വർഷം വരുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾ ഈ ഇത്ര ഉയർന്ന ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. എങ്കിൽ പോലും നിങ്ങളൊരു മിനിമം 80 മാർക്കിന് മുകളിൽ കിട്ടണമെന്നുള്ള ഒരു പഠനം, 90 മാർക്കിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. അത് നിങ്ങൾക്ക് എത്താൻ പറ്റും. എന്തുമാത്രം പഠിച്ചാൽ മതി? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCRTയും പഠിച്ചാൽ മതി. ഈ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾക്ക് അതിശക്തമായ ഒരു ഓർമ്മശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പഠിച്ചതൊക്കെ അപ്പാടെ ചിലപ്പോൾ ഓർമ്മയിൽ നിന്നു വരും. പക്ഷെ അതൊക്കെ വളരെ ന്യൂനപക്ഷമാണ്, വളരെ 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 ന്യൂനപക്ഷമായ ആളുകളാണ്. നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, അത് ആ മെമ്മറിയിലേക്ക് നിൽക്കാൻ നിങ്ങൾ ഒരൊറ്റ വായന കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയുള്ള 10 ദിവസങ്ങൾ കൊണ്ട് NCERT മുഴുവൻ പഠിച്ചു പോകണം. SCRT മുഴുവൻ പഠിച്ചു പോയ ആൾക്കാരെ ഞാൻ പറയുന്നു, ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങൾ NCERTയും കൂടി പഠിച്ചു പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്യും. നിങ്ങൾ 10th പ്രിലിംസ് അല്ല എഴുതേണ്ടത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ UPSCക്ക് ടാർഗറ്റ് ചെയ്യും. ഡിഗ്രി ഉണ്ടെങ്കിൽ പ്രിലിംസിന് പോയിട്ട് ടാർഗറ്റ് ചെയ്യും. കിട്ടാത്തൊരു കാര്യമൊന്നുമല്ല അതൊന്നും. ഒരുപാട് സാധാരണക്കാർ മേടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്നെ പോലുള്ള ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കാണ് ഞാൻ എൻ്റെ ചാനൽ നിൽക്കുന്നത്, 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണ്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഈ ബേജാറും ടെൻഷനൊന്നും അടിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പഠനം കൂളായിട്ട് എടുക്കണോ, ഇത് രസകരമായിട്ട് കാര്യമായിട്ട് എടുക്കുക. ഞാൻ ഏജ് ഓവറായിട്ടുള്ള ആളുകൾ അവർ ചത്ത് പഠിക്കട്ടെ, കാരണം അവർക്ക് ഇനി മറ്റൊരു അവസരമില്ല. അല്ലാത്തവർ ഒരു 2 വർഷം 3 വർഷമുള്ളവർ നിങ്ങൾ കൂളായി ഇത് പഠിച്ചു പോടോ. നിങ്ങളുടെ കുടുംബവുമായിട്ട് എക്സാമിൻ്റെ അന്നല്ല ഞാൻ പറയണത്, അല്ല എക്സാമിൻ്റെ 2 ദിവസം മുന്നേ കല്യാണത്തിന് പോവാതെ, ജോലിക്ക് പോവാതെ, അതിൻ്റെ ടെൻഷനായി, അല്ലേ? വീട്ടിൽ നിന്ന് ചിലപ്പോൾ കുത്തുവാക്കുകളായി, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ചോദ്യമായി. അങ്ങനെയൊന്നും പഠിച്ചു പോകേണ്ട ഒരു കാര്യവും PSC 10th ലെവൽ എക്സാമുകൾക്കില്ല.
നിങ്ങൾ കൂളായി നിങ്ങൾക്ക് കിട്ടുന്ന സമയം ദുരുപയോഗം ചെയ്യാതെ, എന്നാൽ ലൈഫിലെ ഓരോ നിമിഷവും എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കൂ. ഇനി സാധ്യമാണ്. അങ്ങനെയുള്ളവർ PSC ക്രാക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, PSC പരീക്ഷ എഴുതിയാൽ പരാജയം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പരാജയം ഉണ്ടാവും. അത് വിചാരിച്ചിരിക്കൊന്നും വേണ്ട. പരാജയപ്പെടാതെ നിങ്ങൾ ആദ്യ ശ്രമത്തിൽ തന്നെ PSC കിട്ടുമോ? ഞാൻ വളരെ ഫ്രാങ്കായി പറയാം, ഞാൻ ആദ്യ ശ്രമത്തിൽ തന്നെ PSC കിട്ടിയ ആളാണ്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഞങ്ങൾക്കന്ന് കിട്ടാൻ. ഞാൻ നിങ്ങളോട് മുന്നേ സംസാരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ട്യൂഷൻ അധ്യാപകരായിരുന്നു. ഇപ്പോൾ മാത്സ് ആണ് എൻ്റെ വിഷയം, പക്ഷെ ഞാൻ ഫിസിക്സ് എടുത്തിട്ടുണ്ട്, കെമിസ്ട്രി എടുത്തിട്ടുണ്ട്, ബയോളജി എടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്, മലയാളം എടുത്തിട്ടുണ്ട്. അപ്പം ഇതെടുക്കാൻ പോകുന്ന ക്ലാസ്സിൻ്റെ 2 ദിവസം ഞങ്ങൾക്ക് ശിവരാത്രി ആയിരിക്കും. ഇതെടുക്കാൻ പോകുന്ന ക്ലാസ്സിൻ്റെ 2 ദിവസം ഞങ്ങൾക്ക് എന്തായിരിക്കും? ശിവരാത്രി ആയിരിക്കും. ഉറക്കൊഴിച്ചിട്ടാണ് പഠിക്കുക. കാരണം ക്ലാസ്സിൽ ഒരാൾ സംശയം ചോദിച്ചാൽ ഈ PSCക്ക് എടുക്കുന്നത് പോലെയല്ല, നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, അവിടെ തെറ്റ് തിരുത്താനുള്ളൊരു സമയമില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പം അത് നന്നായി പഠിച്ചിരിക്കും. പിന്നെ ഈ കുട്ടികൾക്ക് ഉള്ളത് ചുരുക്കി കൊടുക്കുക എന്നുള്ളതാണ്, ഉള്ളത് പഠിച്ചത് എന്താണോ പരീക്ഷയ്ക്ക് വരുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ലക്ഷ്യം. ഇപ്പം ഈ അടുത്തൊരു വിവാദമുണ്ടായി. എനിക്ക് ആ വിവാദത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എനിക്കറിയില്ല. അതായത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം പ്രഡിക്റ്റ് ചെയ്തു എന്നുള്ളത്. SSLC എക്സാമിന്, എനിക്കതിൻ്റെ വസ്തുത അറിയില്ലേ, SSLC എക്സാമിന് വരുന്നൊരു ചോദ്യം പ്രഡിക്റ്റ് ചെയ്യാൻ ഇത്രമാത്രം കഴിവൊന്നും വേണ്ട. PSCക്ക് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി അതിൽ എന്ത് നടന്നു? അത് ചോദ്യം അപ്പടി വരികയാണെങ്കിൽ ഞാൻ അതിലേക്ക് പോയിട്ടില്ല, എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ കഴിഞ്ഞ 10th ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാവും. ചോദ്യം നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് പ്രധാനമായും 5 കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, നിങ്ങൾ പഠിക്കും തോറും നിങ്ങളുടെ അറിവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കേണ്ടത് മാത്രം പഠിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾ PSC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. 10th ലെവൽ എക്സാമുകൾ മാത്രമല്ല, കാലം കഴിയും തോറും, അതായത് ഒരു 4 മാസം 5 മാസം കഴിഞ്ഞ് ഓരോ എക്സാം വരും തോറും നിങ്ങൾ ആശ്വസിക്കുക, ഇതാ എന്നേക്ക് മുന്നേ ഉള്ളവർ ലിസ്റ്റിൽ കയറിക്കൂടാൻ പോവുകയാണ്. അവർക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നതോടുകൂടി അവരുടെ ശല്യം തീർന്നു. നിങ്ങൾക്ക് ശേഷം വന്നവരാകട്ടെ അവർക്ക് കറക്റ്റായിട്ട് ബോധം ഉണ്ടാവില്ല. PSCക്ക് ആദ്യം വരുന്നവർ കണ്ണി കണ്ടത് മുഴുവൻ വാരി വലിച്ച് പഠിക്കും. ഓക്കെ, അവര് കൂടുതൽ വിവരങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ ബുദ്ധിപൂർവം നിങ്ങൾ പഠിച്ചതും പരീക്ഷയ്ക്ക് വരുന്നതുമായി ഇത് പഠിക്കുന്നു, ഉറപ്പിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ചില എക്സാമുകൾ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് വരും. ഓക്കെ, അത് നിങ്ങളുടെ പഠന രീതിയാണ്. നിങ്ങൾ സ്കൂൾ കാലത്ത് പഠിച്ച ഒരുപാട് ഹാബിറ്റുകളുണ്ട്. യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമാണെങ്കിൽ ഒരു 6-7 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും കേരള PSC. ആ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾ വരണം. അതൊക്കെ ഞാൻ പല ക്ലാസ്സുകളിലായി പറയാറുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ട ശൈലി എന്നുള്ളത്. അപ്പം നിങ്ങൾ നോളേജ് മാനേജ് ചെയ്യുക. ആവശ്യത്തിലധികം പഠിക്കാതെ ആവശ്യത്തിനുള്ളത് മാത്രം പഠിക്കുക. ടൈം മാനേജ് ചെയ്യുക. അതായത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയെ നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ പല വീഡിയോ ക്ലാസ്സുകളിലായി പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. സോ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാധ്യമാണ്. ഇത് നിർത്തിപ്പോകരുത്. നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ചാനലോ വേറെ ഏതെങ്കിലും ചാനലോ അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം, PSC പരീക്ഷ ക്രാക്ക് ചെയ്ത ആളുകളുടെ ഒപ്പം കൂടാൻ നോക്കുക. കാരണം ഒരു പരീക്ഷ പാസ്സാവാതെ എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എടുക്കുന്നവർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്രാക്ക് ചെയ്തോളണമെന്നില്ല. എങ്കിൽ പോലും ഒരു ഡിഗ്രി ലെവൽ എക്സാമെങ്കിലും ക്രാക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം മാത്രം നിൽക്കുക. കാരണം അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ദീർഘകാലത്തെ അവരുടെ പരിചയ സമ്പത്ത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവർ ഓരോ എടുക്കുന്ന വിഷയം എത്ര കാലമായി അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ദിശ മാറിപ്പോകും. അപ്പം ഞാനിത് പറയുന്ന ആർക്കും എതിരെയൊന്നുമല്ല. എന്നേക്കാൾ മിടുക്കരായ നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഞാനത് പേര് പറയുന്നില്ല എന്ന് മാത്രം. ഇപ്പം ഞാൻ അങ്ങനെ ചില ചാനലുകൾ ഞാൻ വീക്ഷിക്കാറുണ്ട്. അത് വളരെ സ്മാർട്ടായിട്ട് അവർ കാര്യങ്ങൾ പറയും. അപ്പം അത്തരം ചാനലുകൾ ഞാൻ നോക്കും. നമ്മളിതിൽ മാസ്റ്ററൊന്നുമല്ല, നമുക്കെപ്പോഴും പഠിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. ഓക്കെ,
ഞാൻ 25 വർഷമായി, എനിക്ക് പല പോരായ്മകളുണ്ട്, അതെനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ നിങ്ങളുടെയും വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയുകയും എന്നാൽ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ആ വീക്ക്നെസ് ആണ് നമ്മൾ പരിഹരിക്കാൻ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് മാജിക്കുകളും ഇല്ല കേട്ടോ, അത് ഞാൻ പറയാം. അപ്പം ഞാനും വീഡിയോ ക്ലാസ് ഇടും, എന്താണ് നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് റാങ്ക് നേടാം, പക്ഷെ ഞാൻ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് മുഴുവൻ പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം അത് 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യം. അപ്പം നമ്മുടെ മലയാളിയുടെ ഒരു പ്രധാന സവിശേഷത എന്താ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആ മാനസിക ഭാവത്തിലേക്ക് നിങ്ങൾ പോകരുത്. ക്വിക്ക് മണി, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളിൽ വളരെ കൂടുതൽ വഞ്ചിതരാകുന്ന ഒരാളാണ് മലയാളി. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ നിങ്ങളൊരു PSC ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് തന്നെ PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഞാൻ വളരെ സിമ്പിളായി നിങ്ങൾക്ക് പറഞ്ഞത് PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ ഓരോ ചോദ്യവും സൂക്ഷ്മമായി നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കുക. നിങ്ങൾ ഇതിൽ വന്ന 98 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും PSC ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും PSC ചാനലിലോ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ മുന്നേ വന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ SCRT, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടാത്ത ചോദ്യമാണെങ്കിൽ ആ ചോദ്യം SCRT എഴുതിയാൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം, എനിക്ക് ഒരു ചോദ്യം ഏത് സോഴ്സിൽ നിന്നാന്ന് വരാൻ വളരെ എളുപ്പമാണ്. എൻ്റെ അടുത്ത് ഇതിൻ്റെ മുഴുവൻ PDF ഉണ്ട്. PDF എൻ്റെ ഡ്രൈവിലുണ്ട്. എൻ്റെ അടുത്ത് AI പെയ്ഡ് ടൂളുണ്ട്. സിമ്പിളാണ്, നിങ്ങൾക്കും കിട്ടും. കുറച്ച് കോഡിങ് അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ ഏത് PDF-ലാണ്, ഇതൊക്കെ ഡ്രൈവിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ഇന്ന PDF-ൽ ഇന്ന ചാപ്റ്ററിലാണ് ഈ സാധനങ്ങൾ. ഞാൻ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ല അതിൻ്റെ സ്ക്രീൻ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പരമാവധി ഒരു 3 മണിക്കൂർ സമയം, അതായത് 1.5 മണിക്കൂർ വേണമെങ്കിൽ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ, എന്നിട്ടേ ഞാൻ നിങ്ങൾക്ക് തരാറുള്ളൂ. ഞാനൊന്നും കൂടി ഉറപ്പിക്കും ഏത് പാഠത്തിനാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം ഇന്നത്തെ 2 ചോദ്യങ്ങൾ. ഇപ്പം എക്സിറ്റ്, അത് ഒരാൾ ചോദിച്ചു കൊടുക്കുന്നതാണ്. അത് NCERT ഒന്നുമല്ല, അത് SCRT സിലബസിലുള്ളതാണ് ആ ചോദ്യം. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൈവ വൈവിധ്യവുമായി ഒക്കെ ബന്ധപ്പെട്ടൊരു പാഠമുണ്ട്, നമ്മൾ കവർ ചെയ്ത ഭാഗമാണത്. അതിന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ 2 ചോദ്യങ്ങൾ വന്നത് ഊർജ്ജ സംരക്ഷണത്തിൽ നിന്നാണ്. ഊർജ്ജ മാനേജ്മെന്റ്, എനർജി മാനേജ്മെന്റ് ആണ് അതിൻ്റെ പാഠം. ആ പാഠം എന്താണ്? ഊർജ്ജ പരിപാലനം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ അവസാന പാഠത്തിൽ നിന്നാണ്. ആ ചോദ്യം കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെത്തി. കാരണം ഞാൻ മിനിയാന്നാണ് കുട്ടികൾക്ക് ആ ക്ലാസ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സുകാർക്ക് എടുത്തു കൊടുത്തിട്ടുള്ളൂ. ആ ചോദ്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ അത് അവിടെ നിന്ന് ചോദ്യം പഴയ കാലത്ത് വന്നിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ 10th പ്രിലിംസിനൊന്നും അങ്ങനെ അത്ര അധികം വന്നിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ചോദ്യങ്ങൾ ഇനി വരാം. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ അത്തരം ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSC ലളിതമാണ്. നിങ്ങളായിട്ട് അതിനെ എന്ത് ചെയ്യണ്ട, ഊരാക്കുടുക്കാക്കണ്ട. പക്ഷെ അതിന് സമയമെടുക്കും. കാരണം ഒരുപാട് പേര് പഠിക്കുന്നവരുണ്ട്. എന്നത്ര നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പഠിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് ഉണ്ട്. ആ പെയ്ഡ് കോഴ്സിലടക്കം ഞാൻ എന്താ കാരണം നമ്മുടെയൊക്കെ ഇപ്പോൾ ഗോൾഡൻ ബാച്ചിൽ 51 ആളുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 51 ആളുകളുടെയും വേണമെങ്കിൽ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് വേണ്ടവർ ഞങ്ങൾ സ്ഥിരം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസമുള്ളേ ഉള്ളൂ. അതിൽ 5 ദിവസം മിനിമം നമ്മൾ അവിടുന്ന് കൗൺസിലിംഗ് ചെയ്യുന്ന ആളവരെ വിളിക്കും. നിങ്ങളുടെ പഠന സമയം പോരാ, ഞങ്ങൾ 4 മണിക്കൂറാണ് കണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പഠന സമയം പോരാ, നിങ്ങൾ ഇന്ന സ്റ്റേജ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഞങ്ങളുടെ സെറ്റ് ഓഫ് വീഡിയോസാണ്, ആ വീഡിയോസ് കാണുന്നു, അതിലിന്നേ എക്സാം കൊടുക്കുള്ളൂ അവർക്ക്. എന്നിട്ട് അതിൽ 80% മാർക്ക് മേടിച്ചാലാണ് അടുത്ത സ്റ്റേജിലേക്ക് അവരെ വിടും. അപ്പോൾ അവർ ഇത്ര ദിവസം കൊണ്ട് ആ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവരെ വിളിച്ചാൽ പോലും എനിക്കറിയാം അവരൊരുപാട് പ്രശ്നങ്ങളിലാണ്. എൻ്റെ അടുത്ത് ചേരുന്നവരൊക്കെ സാധാരണക്കാരാണ്, 7-8 മണിക്കൂർ പഠിക്കുന്നവരുണ്ട്, അവർ പോലും പ്രശ്നങ്ങളിലാണ്. എല്ലാ ദിവസവും ഒരേ മൂഡൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവരുടെയൊക്കെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതൊരു ദിനചര്യയായി മാറിക്കഴിഞ്ഞാൽ നടക്കും. ഒരു 4 മണിക്കൂർ ഏതൊരാൾക്കും, ഒരു ശരാശരി ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ധാരണ. നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ലേ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ബാച്ചിൽ
ഇപ്പോൾ 51 പേരാണ്. ഞങ്ങൾ നല്ല എഫർട്ട് എടുക്കുന്ന ഒരു ബാച്ചാണ്. നല്ല എഫർട്ട്, ഓരോരുത്തരെ കുറിച്ചും ദിവസം പ്രതി പഠിച്ച് അവരുടെ പഠന സമയം എത്രയാണ്, അവർ ചെയ്ത എക്സാമിൻ്റെ മാർക്ക് ഏതാണ്. നിങ്ങളാ കുട്ടികളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അവർ പറയും, ഞങ്ങൾ അത്ര എഫർട്ട് എടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഇപ്പോൾ 4 ആൾ പോയി ചോർന്നു പോയി. നമ്മൾ പറയണം നിങ്ങൾ നിർത്തിയേക്കും. കാരണം ഞങ്ങൾ വിളിച്ചാൽ പോലും അവർക്ക് എടുക്കാൻ വയ്യാതെയായി. അപ്പം അവർക്ക് അവരുടേതായ ശൈലിയിൽ ഒരു 1.5 മണിക്കൂറൊക്കെ പഠിച്ചു പോകേണ്ടവരാ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. കാരണം അവർക്കൊരു പല കാരണങ്ങളുണ്ട് അതിന് ഒരു കാരണമല്ല. ഇപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അതിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾക്കൊരു 12 പേരെയാണ്. ഞങ്ങൾ ആ 100 പേര് ചേർന്നാൽ 100 പേരെയും ജോലിയിലേക്ക് എത്തിക്കണം എന്നാണ്. ഒരു മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. 12 പേരെയാണ് ഞങ്ങൾക്ക് ആ എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, റൂട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളവരെ റൂട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ദിവസവും ഇടപെടുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്ലിയർ ആവുന്നില്ലേ? അവർ മോശക്കാരാണെന്നുള്ളതല്ല. അപ്പോൾ നോക്കൂ, ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഞങ്ങൾ ടൈം മാനേജ്മെന്റ് അവരോട് ചോദിക്കും. അവരുടെ ടൈം ഓഡിറ്റ് ചെയ്യും. ഞങ്ങൾ ദിവസം നിങ്ങൾ എങ്ങനെയാണ് ചെലവാക്കുന്നത്, എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ ഇടപെട്ട് അവർക്ക് കുട്ടിയെ നോക്കുന്നവരുണ്ടാവാം, ജോലിക്ക് ചിലപ്പോൾ 1.5 മണിക്കൂർ പോകുന്നവരുണ്ടാവാം. അപ്പം ഞങ്ങൾ അവരോട് ചോദിക്കും, നിങ്ങൾ പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ടാണോ പോണത്? ഇരുന്നിട്ടാണ് പോകുന്നതെങ്കിൽ അപ്പം പഠിക്കുന്നതിന് എങ്ങനെ, അതിനു മുമ്പ് പഠിച്ചത് ആ സമയം കൊണ്ട് എങ്ങനെ റിവൈസ് ചെയ്യാം. അങ്ങനെ പലതരത്തിൽ 4 മണിക്കൂറിൽ എത്തിക്കാൻ അവരോടൊപ്പം ഒരു സുഹൃത്തിനെ പോലെ അവർക്ക് അരോചകം ഉണ്ടാക്കാത്ത വിധത്തിൽ ഇടപെട്ടിട്ട് പോലും ഞങ്ങളുടെ സ്ട്രീമിലേക്ക് വന്നത് 12 ആളാണ്. പക്ഷേ ഞങ്ങൾ ആ 51 ആളിൽ 4 ആൾ പോയി. ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരെ മുഴുവൻ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ നടത്തിയെടുക്കും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അതുകൊണ്ട് തന്നെ പഠനത്തെ ഗൗരവമായിട്ട് എടുത്തവർ അത്ര അധികമൊന്നുമില്ല. നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾ എടുത്താൽ മതി. കാരണം പഠനം ഒരു ശീലമാവുക, ഒരു ഹാബിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതത്ര ഈസിയായ ഒരു കാര്യമല്ല നിലവിൽ നമ്മുടെയൊക്കെ സ്വഭാവം വെച്ചിട്ട്. കാരണം അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷെ അത് വളരെ ഈസിയായ കാര്യമാണ്. അതിന് നിങ്ങൾ അറ്റോമിക് ഹാബിറ്റ്, പവർ ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന 2 പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് മേടിക്കാൻ കിട്ടും. മേടിച്ചു കഴിഞ്ഞാൽ ഹാബിറ്റുകൾ, ശീലങ്ങൾ രൂപപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വരും. എങ്ങനെയാണ് ശീലങ്ങൾ രൂപപ്പെടുന്നത്? ആ ശീലങ്ങൾ രൂപപ്പെടുന്നത് ഇൻക്രിമെൻ്റൽ ആണ്. സ്മാൾ ആയിട്ടുള്ള വളരെ ചെറിയ ഇൻക്രിമെൻറ്റുകളിലൂടെയാണ് നിങ്ങളുടെ ശീലങ്ങൾ രൂപപ്പെടുന്നത്. മറ്റൊന്ന് നിങ്ങളുടെ പഠന ശൈലി. അത് ഒരാളിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റു പലർക്കും. ഇപ്പോൾ ഞാനും പറയും കമ്മ്യൂണിറ്റി ലേണിംഗ് വളരെ നല്ല ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും ഫിറ്റായ ഒന്നല്ല കമ്മ്യൂണിറ്റി ലേണിംഗ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കൂട്ടം കൂടി പഠിക്കലുണ്ടല്ലോ, നല്ല കാര്യമാണ്. 50% ആളുകൾക്കും നല്ല കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ള 50% ഞാൻ എന്താതുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം, ദീർഘകാലമായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീക്ഷിക്കാറുണ്ട്, ചിലർക്ക് കമ്മ്യൂണിറ്റി ലേണിംഗ് പറ്റില്ല. നമ്മുടെ മുന്നത്തെ ചീഫ് സെക്രട്ടറി, അപ്പം അദ്ദേഹം IAS പഠിക്കുമ്പോൾ അദ്ദേഹം പറയും, അന്ന് തിരുവനന്തപുരത്തെ ലൈബ്രറി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഈ മറ്റേ IMGയിലാണ് തോന്നുന്നു, എനിക്ക് തിരുവനന്തപുരത്ത് IMGയിൽ വെച്ചിട്ട് തന്നെ സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് കിട്ടി. അപ്പം അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എന്താ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം IAS പഠിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയാൽ ഒന്നിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ പോവാറില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ പോയാൽ ഒരു ഗുണവും അദ്ദേഹത്തിന് കിട്ടാനില്ല എന്നാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നത്, വീട്ടിലല്ല, അന്ന് തിരുവനന്തപുരത്ത് ഒരു വാടക വീടോ എന്തോ ഒന്ന് എടുത്തിട്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ആക്ച്വലായിരിക്കണമല്ലോ പറയണത്. അപ്പോൾ ജയകുമാർ സാറുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് 3 മണിക്കൂർ 4 മണിക്കൂറാണ് ഉറങ്ങിയിരുന്നതെന്ന്. നല്ല കാര്യമല്ല, ഞാനും നന്നായിട്ട് ഉറങ്ങാനാണ് എൻ്റെ ഉദ്യോഗാർത്ഥികളോട് പറയുന്നത്. പക്ഷെ എൻ്റെ സ്റ്റുഡൻസിന് എനിക്കറിയാം, ജീവിതത്തിലെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ അവരൊരു കട നോക്കുന്നു, അവരുടെ വീട്ടിലേക്കുള്ള വരുമാനം ഉറപ്പിക്കുന്നവരാണ്. 4-4.5 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഈ ഉറക്കം കൊണ്ട് വല്ല ശാരീരിക പ്രശ്നമോ ഓർമ്മേനെയൊക്കെ ബാധിക്കും? ഒന്നുമില്ല എന്നാണ് പറയണത്. നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ, അതൊക്കെ ചില എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായിരിക്കും. അപ്പം അവരുടെ ശൈലി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അച്യുതാനന്ദനെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ അവസാന വയസ്സ് വരെ ഓടിക്കളിച്ച് നടക്കില്ലായിരുന്നു. എല്ലാ പ്രായമായവർക്കും അദ്ദേഹത്തിൻ്റെ ശൈലിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് അനുസൃതമായ ഒരു പഠനശൈലി കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അതിന് നിങ്ങൾക്ക് എന്തായാലും 1-2 മാസം പിടിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1-2 മാസം എടുത്താലാണ് അത് നിങ്ങൾ സ്ഥിരമായി പഠിച്ച് ഒബ്സർവ് ചെയ്യണം. കേട്ട് പഠിക്കുന്നതാണോ നല്ലത്, നോട്ട് എഴുതി പഠിക്കുന്നതാണോ നല്ലത്, കോഡ് ഉണ്ടാക്കി പഠിക്കുന്നതാണോ നല്ലത്, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഇതിൽ. അത് മുഴുവൻ ഇതൊന്നും വലിയ എന്താ അല്ലേ നിങ്ങൾ പറയാം, ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ലട്ടാ. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഏതൊരു സാധാരണക്കാരനും അവനവൻ്റെ പഠനത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു പ്രാഥമിക അറിവ് വേണമെന്ന് മാത്രം. ലേണിംഗ് സ്റ്റൈലുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവാൻ ഇന്ന് നെറ്റിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ലഭ്യമാണ്. ഞാനിത് ദീർഘിപ്പിച്ച ഒരു ക്ലാസ് തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് വാരി വലിച്ച് പഠിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ അങ്ങനെ വാരി വലിച്ച് പഠിച്ച് ഈ PSC പരീക്ഷ നിങ്ങൾക്ക് കിട്ടാതിരുന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താ അറിയോ? ഇത് എത്ര പഠിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളത് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം PSC കിട്ടുന്നത്. റാങ്ക് ലിസ്റ്റിൽ കുറഞ്ഞുകൊണ്ട് മാത്രമല്ല, നിങ്ങളതിനെ എന്ത് രീതിയിൽ കാണുന്നില്ല, ശാസ്ത്രീയമായി സമീപിക്കുന്നില്ല. നിങ്ങളുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞതും നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ജയകുമാർ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, വെരിഫൈ ചെയ്താൽ ഇവിടെ മാത്രമായിരിക്കില്ല, അദ്ദേഹം ഈ അനുഭവം പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. കാരണം അങ്ങനത്തെ ഒരു പോയിന്റ് ആയിരുന്നു അദ്ദേഹം ഇന്ന് ക്ലാസ് എടുത്തിരുന്നത്. അതല്ലെങ്കിൽ ഇത് SCERT വന്നതാണോ? നിങ്ങൾക്ക് ഒരാഴ്ച സമയമേ വേണ്ടുള്ളൂ. ഒരാഴ്ച 2-3 മണിക്കൂർ ഇരുന്നാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ SCERT ഉണ്ടോ, അത് മറ്റേ മുൻകാല ചോദ്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ചാനൽ മാത്രം 87 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ തമാശയ്ക്ക് പറയല്ല, ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കായിരുന്നു 69 ചോദ്യമുണ്ട്. 69 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും കാലമായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർ അതും കൂടെ നോട്ടാക്കി പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ അധിക PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു, അതൊന്നും പഠിച്ചെടുക്കൽ അത്ര കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യമല്ല. നിരന്തരം ആവർത്തിച്ച് പഠിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ ഇതാണ്. 1, 5ാമത്തെ കാര്യം കൂടി ഒന്ന് വിശദമായി പറഞ്ഞു പോവാം. 1ാമത്തെ കാര്യം, നിങ്ങളുടെ സിലബസിനെ അറിയണം. ആ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളുടെ സോഴ്സ് അറിയണം. ആ സോഴ്സ് അറിഞ്ഞ് എത്രത്തോളം ഏകദേശം കട്ട് ഓഫ് മാർക്ക് കിട്ടും നിങ്ങളൊന്ന് പൊന്തിച്ചു വെച്ചേക്ക്. ഇത് അടുത്ത 10th പ്രിലിംസിന് 85ആണ് കട്ട് ഓഫ് മാർക്ക് എന്ന് തന്നെ വിചാരിക്കുക. 85 കിട്ടാനുള്ള പഠിത്തം പഠിക്കുക. നടന്നിട്ടില്ലെങ്കിൽ അടുത്തത് ഇനി എക്സാം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഏജ് ഓവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഏജ് ഓവർ ആയിട്ടുള്ളവർ മരിച്ച് പഠിക്കുക, അല്ലാതെ അവിടെ വേറെ സൊല്യൂഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വാശി വരുമ്പോൾ തന്നെത്താൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. അല്ലാത്തവർ കൂളായിട്ട് പഠിക്കുക, അവിടേക്ക് എത്താൻ പോവുക. ഈ എക്സാം കഴിഞ്ഞാലും പക്ഷെ ഓരോ എക്സാമും ഇത് ഇതിൻ്റെ അവസാനത്തെ എക്സാം ആണെന്നുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുമോ നോക്കുക, ടെൻഷൻ ഇല്ലാതെ. അപ്പം അതാണ് 1ാമത്തെ കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് പരാജയപ്പെട്ടാലും കുറച്ച് എക്സാമുകൾ കഴിയുമ്പോൾ നിങ്ങൾ വിജയിക്കും. പിന്നീട് നിങ്ങൾക്ക് കിട്ടലോട് കിട്ടലായിരിക്കും. 1ാമത്തെ കാര്യം ഓക്കെ ആണല്ലോ. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഞാൻ കുറേ ആളുകളെ, അതായത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 51 കുട്ടികളുടെയും സമയത്തിലൂടെ കടന്നു പോവുക. 51 കുട്ടികൾ, നമുക്ക് വേറെയും കുട്ടികളുണ്ട് കേട്ടോ. നമുക്ക് 1200 കോഴ്സ് ഉണ്ട്, 499 കോഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും പഠന സമയത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. കാരണം ഞാനും 2 സ്റ്റാഫും ആണുള്ളത്. നമ്മുടെ സ്ഥാപനം അത്ര ആയിട്ടേ ഉള്ളൂ, ആ വളർച്ചയിലെത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ മെല്ലെ തന്നെ വളർന്നു പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്കങ്ങനെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ള ആഗ്രഹമല്ല. ഞങ്ങൾക്കറിയാം അതിൻ്റെ രീതി അങ്ങനെ ആയിരിക്കുമെന്നുള്ളത്. അപ്പം അവരുടെ കടന്നു പോയപ്പോൾ അതിൽ 51 ആളുകൾക്കും എനിക്ക് ഉറപ്പുണ്ട് 4 മണിക്കൂർ കണ്ടെത്താൻ പറ്റുമെന്ന്. അതിൽ നിങ്ങൾ വിചാരിക്കാൻ പറ്റാത്തത്ര പ്രതിസന്ധി നേരിടുന്ന ആളുകളുണ്ട് ലൈഫിൽ. അത് ഞാൻ മുഴുവൻ പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ 3 രോഗികളുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ 3 രോഗികളെയും നിങ്ങളാണ് നോക്കുന്നത് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് PSC പഠനത്തിന് അനുകൂലമല്ലാത്തൊരു അന്തരീക്ഷം തീർത്തും. അങ്ങനെ എന്തെല്ലാം സാധ്യതകളിലുള്ളവരാ പഠിക്കുന്നത്. എനിക്ക് തന്നെ പ്രചോദനമാണത്. അവർ പഠിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ ഇൻസ്പയർഡ് ആവുകയാണ്. എന്നാൽ എല്ലാ സൗകര്യവും ഉള്ളവരോ, നമ്മൾ ഇന്ന് വിളിച്ചാൽ പറയും നാളെ ഞാൻ ഓക്കെയാണ്. നാളെ വിളിച്ചാൽ പറയും ഓഫീസിൽ കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. അന്ന് വിളിച്ചാൽ പറയും മാഷെ ഇനിയിപ്പോൾ 2 ദിവസം കഴിയട്ടെ, വീട്ടിലൊരു കല്യാണം വരാൻ പോകും.
കല്യാണത്തിൻ്റെ അന്ന് വിളിക്കുന്നു ചിലർ. വീട്ടിൽ ഗംഭീര കല്യാണം നടക്കുമ്പോൾ ആരും കമൻറ്റ് ചെയ്യരുതേ, ഈ പറയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. ഇന്നിപ്പോൾ ഞാൻ എന്താ പഠിക്കേണ്ടത്? ഞാൻ പറഞ്ഞാൽ കല്യാണം വീട്ടിലെ കല്യാണം, അത് പോയിട്ട് ആഘോഷിക്കുക. ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം വായോ. അവിടെ കുടുംബക്കാരൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് PSC ബുക്ക് പഠിക്കുക, അടിച്ച് പൊളിക്കണ്ടേ കല്യാണം. ഇനി അങ്ങനത്തെ ഒരു കല്യാണ വീട്ടിൽ വരാൻ പോകുന്നുണ്ടോ? നമുക്ക് ഇനി PSC എക്സാം വരാൻ പോകുന്നുണ്ട്, അവർക്ക് പ്രായമുണ്ട്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് ധാരാളം സമ്പത്തോ PSC ജോലിയൊന്നും വേണ്ട. അത് നിങ്ങളുടെ മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ടൈമുണ്ട്, ആ ടൈം കണ്ടെത്താൻ എനിക്ക് സാധിക്കുമെന്ന മനോഭാവത്തോടു കൂടി നിൽക്കണം. ഓക്കെ, അപ്പം നോളേജും ടൈമും മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. മൂന്നാമത്തെ കാര്യം, നേരത്തെ സോഴ്സിനനുസരിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ടൈം അനുസരിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ചെലവഴിക്കേണ്ട സമയം PSCക്ക് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജൻറ്റ്. ഞാൻ പറയുന്ന വാക്ക് ആലോചിച്ചോളൂ, ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജൻറ്റ്. അതായത് കേരള PSCക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പഠന സമയത്തിൻ്റെ പകുതി സമയം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷെ അർജൻ്റ് അല്ല. അതായത് ഈ 11-ാം തീയതി വരാവുന്ന എക്സാമിനുള്ള കാര്യം മാത്രമല്ല നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ആ 11-ാം തീയതിത്തെ എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇത് മുഴുവൻ കവർ ചെയ്യണമല്ലോ. കവർ ചെയ്യാൻ വേണ്ട ഒന്നില്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ SCRT പാഠഭാഗങ്ങൾ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പഠിക്കേണ്ട ഒരു ഭാഗം ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് പഠിച്ചിരിക്കണം, അത് പഠിച്ചുറപ്പിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചാലേ നിങ്ങൾക്ക് PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് അർജൻ്റ് അല്ല. കാരണം നിങ്ങൾ അതിനൊരു പ്ലാനറ്റ് ഉണ്ടാവും, 8 മാസം കൊണ്ടാണ് പഠിച്ചു തീർക്കേണ്ടത്. അങ്ങനെ നമുക്ക് അർജൻ്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നീട്ടിവെക്കും. അതാണ് നമ്മുടെ പ്രശ്നം. അതിനി പിന്നെ പഠിക്കാം, ഇപ്പം അത് പഠിക്കാം എന്നാണ് വിചാരിക്കുക. നിങ്ങൾ 11-ാം തീയതി ഇനി വരുന്ന 25-ാം തീയതി എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ അതും പഠിച്ചു പോകണം. അങ്ങനത്തെ ഒരു 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 സമീപനം നമുക്കുണ്ടായാൽ നമ്മുടെ ലൈഫിലേക്ക് അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആകസ്മികമായി വരുന്നത് മാത്രമേ വരുള്ളൂ. അല്ലാത്ത അർജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് വരില്ല. ക്ലിയർ? അപ്പം അത് മൂന്നാമത്തെ കാര്യം. അപ്പോൾ വേണ്ടത് മാത്രം പഠിക്കുക, പഠിക്കേണ്ട സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, ഓരോ സമയവും കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ അത് അർജൻ്റ് അല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പകുതി പഠന സമയം ചെലവഴിക്കണം. നാലാമത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്മാർട്ടായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ധാരണ ഉണ്ടായിരിക്കണം. ആ സ്പെസിഫിക് ആയിട്ട് പഠിച്ചോ എന്ന് നിങ്ങൾ മെഷർ ചെയ്യണം. അന്നൊരു എക്സാം ചെയ്തും കൊണ്ട് തന്നെ മെഷർ ചെയ്യണം. അപ്പം നമ്മുടെ എല്ലാ കോഴ്സിലും നമ്മുടെ ഫ്രീ കോഴ്സിനടക്കം പരമാവധി തയ്യാറുണ്ട്. പഠിച്ചത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു എക്സാം ചെയ്യാം. അപ്പം നമുക്കറിയാം അത് പഠിച്ചോ പഠിച്ചില്ലേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് എടുത്ത് ചെയ്ത് ഞാൻ എത്ര പഠിച്ചു, അതിലെത്രത്തോളം എനിക്കറിയും എന്ന് ഉറപ്പിക്കണം. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ പഠിക്കാത്തത് വീണ്ടും റിവൈസ് ചെയ്യണം. വേണ്ടത്ര ഇടവേളകളിൽ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അച്ചീവബിൾ ആയിരിക്കണം. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. അതായത് 10 ദിവസം കൊണ്ട് NCERT പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടയ്ക്ക് എടുത്തിട്ട് നിങ്ങളോട് എന്താണ് ഞാൻ ആദ്യം അടിക്കേണ്ടത്? ഒരു ഹാമർ എടുത്ത് നിങ്ങളുടെ മണ്ടയ്ക്കൊന്ന് അടിക്കണം. ചെറിയൊരു കൊട്ടിയാൽ ചിലപ്പോൾ നിങ്ങളുടെ മണ്ട ശരിയായി എന്ന് വരും. കാരണം ഇനിയുള്ള ദിവസം കൊണ്ട് NCERT ബുക്ക് നിങ്ങൾ ജസ്റ്റ് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തു നോക്കി നോക്ക്, അതിൻ്റെ സോഷ്യൽ സയൻസ് ഒക്കെ എന്താണെന്ന്. അത് ഇംഗ്ലീഷിലല്ലടോ. ഞാൻ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളോടൊട്ട് സംസാരിക്കണം, അത് ഇംഗ്ലീഷിലല്ലേ. നിങ്ങൾക്ക് എത്ര പേർക്ക് നമ്മൾ മലയാളികളല്ലേ, നമുക്കറിയാലോ നമ്മുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം എത്രയാണെന്ന്. ഞാനൊക്കെ ഇംഗ്ലീഷ് മെച്ചപ്പെട്ടത് സ്കൂൾ കൊണ്ടൊന്നുമല്ല, കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ് എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെട്ടത്. എന്നിട്ട് പോലും ഇപ്പം നമുക്ക് ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര മിടുക്കന്മാരൊന്നുമല്ല. അന്യ സംസ്ഥാനത്ത് ഇപ്പോൾ ടൗണുകളിലൊക്കെ ഉള്ള ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എത്രയോ മോശമാണ്. ഒരു കാര്യം നമ്മളത് പഠിച്ച് വായിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ ശേഷി കുറച്ച് പിറകിലാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇതിന് മലയാളത്തിലെ നോട്ട് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ? ഈ NCERTയുടെ കംപ്ലീറ്റ് ഭാഗങ്ങൾ. ഇനി ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നാണോ NCERTയിൽ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അല്ല, പല ഭാഗത്തു നിന്നാണ്.
അപ്പം നമ്മൾ അങ്ങനെ ഒരു ഭാഗം നമ്മളതിനെ മുഴുവൻ സമഗ്രമായി ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സമഗ്രമായിട്ട് കവർ ചെയ്യണം. കാരണം PSC ഭാഗ്യക്കുറി പരീക്ഷണമൊന്നും നടക്കില്ല, ഒരിക്കലും നടക്കില്ല. 100 ചോദ്യങ്ങളാ, ഇത് നറുക്കിട്ടെടുത്ത പോലെ ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അച്ചീവബിൾ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന കാര്യം ആലോചിക്കുക. NCERT 10 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഈ പറയുന്നത് പോലെ ഇനിയുള്ള 15 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ലോങ് ടേം പ്ലാനിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ ലോങ് ടൈം പ്ലാൻ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത്ര യൂട്യൂബ് വീഡിയോകളൊക്കെ നിങ്ങൾ കാണാതെ പരാജയപ്പെടുത്താറുണ്ട്. എൻ്റെ കോഴ്സിലൊന്നും ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഈ യൂട്യൂബിലുള്ളതുപോലെ എക്സാമിനുള്ള ക്രാഷ് കോഴ്സ് മാത്രമല്ല, ഞാനത് പലതവണ ശ്രമിച്ചു, പക്ഷെ നിങ്ങൾ മാറുന്നില്ല. വ്യൂവേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഞാനത് ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളത് ഒഴിവാക്കും. മാത്സിൻ്റെ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ കാണില്ല, സയൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ കാണില്ല. ഓക്കെ, ടുക്കായിട്ട് കിട്ടുന്ന രീതികളാണ് നിങ്ങൾ പോകുന്നത്. അതേസമയം ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ ഗുണം ചെയ്യും, സംശയമില്ല. പക്ഷെ അത് അർജൻസിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ആ അർജൻസി സിൻഡ്രോമിൽ നിന്ന് മാറി ചിന്തിക്കുക. 5ാമത്തെ കാര്യം പീസ്ഫുൾ ആയിരിക്കുക. പീസ്ഫുൾ ആയിരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം എന്ന് പറയുന്നത് അതെൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് വിചാരിച്ചോളൂ. എനിക്ക് അർജൻറ്റായി ടെൻഷൻ അടിച്ച് ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര അരോചകമാണ്. ഞാൻ എന്താ ചെയ്യാച്ചാൽ ഞാൻ കൂടാവും ആദ്യം. എന്നിട്ട് ഞാൻ എന്താ വിചാരിക്കുക വെച്ചാൽ ഞാൻ പരാജയപ്പെടാൻ തയ്യാറാണ്, ഞാൻ വൾണറബിൾ ആവാൻ, ഞാൻ മുറിവേൽക്കാൻ തയ്യാറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ സർക്കാർ ജോലി ഉപേക്ഷിക്കുമ്പോഴും ഞാനത് മനസ്സിലെത്തിക്കൊണ്ടാണ്. എന്താണ്, എൻ്റെ കുട്ടികൾക്ക് പ്രാഥമികമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുക, അവർക്ക് വസ്ത്രം കൊടുക്കാൻ പറ്റുക, അവർക്ക് ആവശ്യം വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുക. എൻ്റെ അതേപോലെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസം എനിക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എൻ്റെ ഒരു പാഷനെ പിന്നാലെ പോകുമ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ അതാണ്. എന്നിട്ട് മെല്ലെ തുടങ്ങുക. നിങ്ങളായിട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അതിനെ സഹായിക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ നമ്മൾ വളരുകയാണ്. അങ്ങനെ വളരുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ PSC പഠനവും. നിങ്ങൾ പരാജയപ്പെടാൻ തയ്യാറായിരിക്കണം. എൻ്റേതുപോലെ ഒരു റിസ്ക് ഒന്നുമല്ലല്ലോ നിങ്ങൾ എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിലവിലുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കളയേണ്ടെന്നാണ് ഞാൻ പറയണത്. എൻ്റെ ഈ ഒരു രീതിയിലേക്ക് എനിക്ക് വരുമ്പോൾ അത് വേണം. എനിക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിക്കൊണ്ട് ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, അതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ എനിക്ക് പെർമിഷൻ വേണം. എനിക്കൊരു സ്വന്തം സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ലീവ് എടുത്തു കഴിഞ്ഞാലും അതിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. പിന്നെ അതൊക്കെ ചെയ്യാം മറ്റൊരാളുടെ പേരിൽ, അതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് സർക്കാർ ജോലിയിൽ നിൽക്കുകയാണ്. സാമ്പത്തിക ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് കൈക്കൂലി ഓടിക്കുന്നതല്ലട്ടോ അതിൻ്റെ അർത്ഥം. നമ്മൾ ആ രീതിയിൽ പോയിട്ടില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സാമ്പത്തിക ലാഭം നോക്കുകയാണെങ്കിൽ എനിക്കും എൻ്റെ മിസ്സിസിനും ഒരു സർക്കാർ ജോലിയിൽ ഇരുന്നും കൊണ്ട് ചിലപ്പോൾ അത് ഇതിനെക്കാട്ടും നന്നായിന്ന് വരും. എന്തായാലും ഇപ്പം അങ്ങനെയൊന്നും അല്ല സ്ഥിതി. അത് ഞങ്ങൾക്ക് അത് വലിയ ടെൻഷനായിട്ടുമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ പരാജയപ്പെടാൻ, വൾണറബിൾ ആവാൻ, മുറിവേൽക്കാൻ തയ്യാറാവണം കേട്ടോ. ആ മുറിവേൽക്കാൻ നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അമ്പ് കൊള്ളും, മുറിവേൽക്കും, കാലൊടിയും. പക്ഷെ എണീറ്റ് നിന്ന് പൊരുതാനുള്ള ധൈര്യം വേണം മക്കളെ. നിങ്ങളുടെ മുന്നിൽ ഒരു അനിശ്ചിതത്വമുണ്ട്, അത് നിങ്ങൾക്ക് തോന്നുകയാണ്. ആ അനിശ്ചിതത്വത്തിൻ്റെ അപ്പുറത്തേക്ക് നിശ്ചിതമായിട്ട് ഇത് എത്താൻ പറ്റുമെന്ന് ഞങ്ങളെ പോലുള്ളവർക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങളത് കവർ ചെയ്തിട്ടുണ്ട്. PSC അന്നും മത്സരമുണ്ട്, സംശയം വേണ്ട നിങ്ങൾക്ക്. അന്നും അന്നത്തേതുപോലെ മത്സരമുണ്ട്. ഇത്രത്തോളം മെറ്റീരിയൽ ഇല്ല. ഞങ്ങൾ എഴുതുമ്പോഴും ഞങ്ങൾക്ക് എന്ത് പഠിക്കണം. പക്ഷെ ഞങ്ങൾ അവിടെ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്താ, അന്ന് ഇങ്ങനത്തെ ട്യൂഷൻ സെൻ്ററുകളിൽ പരസ്പരം മലയാളം അറിയുന്ന അധ്യാപകരുണ്ടാവും, മാത്സ് അറിയുന്ന ഞാനുണ്ടാവും, ഫിസിക്സ് അറിയുന്ന വേറെ അധ്യാപകരുണ്ടാവും, കെമിസ്ട്രി അറിയുന്ന അധ്യാപകരുണ്ടാവും, ഇംഗ്ലീഷ് അറിയുന്ന അധ്യാപകരുണ്ടാവും. ഞങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കും. ഇത് ചോദ്യം ഇന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ചോദ്യം. അപ്പം ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടും. അന്നും ഇതൊക്കെ തന്നെയാണ് ചോദ്യങ്ങളുടെ ശൈലി. പ്രസ്താവന ടൈപ്പ് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇത്ര വലിയ വാസ്റ്റായി ചോദിക്കുന്നില്ല, ഞാൻ സത്യസന്ധമായി പറയേ. പക്ഷേ അന്ന് ഇത്ര മെറ്റീരിയൽ ഇല്ല, ഇതുപോലത്തെ ക്ലാസ്സുകളില്ല. ഒരു PSC കോച്ചിങ് സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല അന്ന്. ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാലത്ത് ആ PSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നിട്ടൊന്നല്ല പ്രിപ്പയർ ചെയ്യുക, അങ്ങനത്തെ ഗംഭീര പ്രിപ്പറേഷനും ഇല്ല. പക്ഷേ അന്ന് ട്യൂഷൻ മാഷന്മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ നോക്കിക്കോ, ബഹുഭൂരിഭാഗം മലപ്പുറം ജില്ലയിലൊക്കെ എൻ്റെ ഒപ്പമുള്ള എല്ലാ ട്യൂഷൻ അധ്യാപകരും ഫീൽഡിലാണ്. എന്തുണ്ട്, സർക്കാർ ജോലിയിൽ കയറിയിട്ടുണ്ട്. അന്ന് അവർക്കാണ് ബഹുഭൂരിഭാഗവും കിട്ടുക. പിന്നെ കുറച്ച് പെൺകുട്ടികൾ,
വീട്ടിലിരുന്ന് ഇതിന് വേണ്ടിയിട്ട് അന്നും റാങ്ക് ഫയലൊക്കെ ഉണ്ട്, അതൊക്കെ കലക്കി കുടിച്ച് പഠിക്കുന്ന പെൺകുട്ടികൾ. ഇപ്പം ഇന്നത് പറ്റില്ല. ഇന്നിപ്പോൾ ഞങ്ങളുടെ പോലത്തെ ഒരു പഠനമല്ല, ഇന്ന് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇന്നതൊന്നും പറ്റില്ല. പക്ഷേ ശൈലി മാറ്റണ്ടോ? ഇല്ല. എല്ലാ ദിവസവും ഞങ്ങൾ കുറച്ചെങ്കിലും പഠിക്കും. എങ്ങനെ പഠിക്കുക? വ്യത്യസ്ത സബ്ജക്റ്റുകൾ ക്ലാസ് എടുക്കാനുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വരുന്നത്, എനിക്കറിയാം അത് നീളം ദീർഘമായി പോയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കേൾക്കാൻ ഞാൻ എൻ്റെ അനുഭവം വളരെ ഫ്രാങ്കായിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ആ തന്ത്രമാണ്. എൻ്റേത് നിങ്ങൾ പിൻവലിച്ചോ, നിങ്ങൾ മുറിവേൽക്കാൻ തയ്യാറാണ്, നിങ്ങൾ പരാജയപ്പെടാൻ തയ്യാറാണ്. എന്നോട് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ നാട്ടുകാർ ചോദിക്കും, ആ ജോലി ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന്. ക്ലിയർ? അതൊക്കെ ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ മുകളിലൊക്കെ നമ്മളൊരു ചിരി കൊടുക്കുക, ഒരു പുഞ്ചിരി കൊടുക്കുക. കാരണം ഓനല്ല നമുക്ക് സർക്കാർ ജോലി മേടിച്ചെന്നത്. അത്ര മനസ്സ് കൂട്ടിയാൽ മതി. ഓൻ നമ്മളെ വിട്ട് സഹായിക്കാനും പോകുന്നില്ല. ക്ലിയർ? അതായത് നിങ്ങളോട് ഒരു പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ അത് അയാൾ ബോധപൂർവം ചോദിക്കുകയല്ല, അത് അയാൾക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ചോദിക്കൊന്നുമല്ല. ഒരു ചോദ്യം. അപ്പോൾ ഒരാൾ എന്നോടതാ പറഞ്ഞത്, എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു ഇങ്ങനെ പഠിക്കാൻ പോകും. അത് നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ടടോ. നമുക്ക് ഒരു ദിവസം കിട്ടും, ഒരു ദിവസം നമ്മൾ വിജയിക്കും. നിങ്ങളിൽ പലരും സർക്കാർ ജോലി നേടുമ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ താഴെ വന്ന് പറയുന്നത് എനിക്കറിയാം, ഇതാ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാഷ കോഴ്സിലൂടെ എനിക്ക് കിട്ടിയെന്നുള്ളത്. അതിനേക്കാൾ വലിയ പ്രചാരണം മറ്റൊന്നുമില്ലല്ലോ എനിക്കിപ്പോൾ അങ്ങനെ അവകാശപ്പെടാൻ പറ്റാവുന്ന ആളുകളുണ്ട്. വളരെ ന്യൂനപക്ഷമാണ് അവർ. കാരണം നമ്മുടെ സ്വന്തമായിട്ടൊരു സ്ഥാപനത്തിലൂടെ സർക്കാർ ജോലി എന്നുള്ളത് കുറച്ച് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. മോശമൊന്നല്ല കേട്ടോ, അത്യാവശ്യം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ വിൻഡോ എജോ എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയല്ല കിട്ടിയിട്ടുള്ളത്. അതിന് മുമ്പും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരാളുടെ അല്ല, അത് കൂട്ടായ പരിശ്രമത്തിൻ്റെതാണ്. അപ്പോൾ എനിക്കത് അതിൻ്റെ ലെഗസി എനിക്ക് മാത്രം എടുക്കാൻ പറ്റില്ലല്ലോ, അത് ആ സ്ഥാപനത്തിനും കൂടിയുള്ളതല്ലേ. അപ്പോൾ ആ പരാജയപ്പെടാൻ, മുറിവേൽക്കാൻ, മനസ്സിലായില്ലേ, പലതരത്തിലുള്ള മുറിവേൽക്കാൻ. ഇപ്പം ഞങ്ങളുടെ ഇന്നും പോലെ സംരംഭകർക്കുള്ള പോലെയുള്ള ഒരു മുറിവും നിങ്ങൾക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നാവാം, മറ്റാരെങ്കിലും നിന്നും ആവാം. ഇതൊന്നും കൊട്ടിഘോഷിക്കാനും നിൽക്കണ്ട. ഞാനിപ്പോൾ ഈ ചാനലിൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഇന്നും കാര്യം നമ്മൾ ആരോടും പറയില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് ബോധേടല്ല, ഏത് ഇമ്മീഡിയറ്റ് റിസൾട്ടിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് എൻഡിലുള്ള റിസൾട്ട് ഉണ്ട്. എൻഡിലുള്ള റിസൾട്ട് എന്താ? കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഒരു വർഷം കൊണ്ട് ഈ കോഴ്സ് തീർക്കാമെന്ന് പറഞ്ഞാൽ ആ ഓരോ കണ്ടന്റും അതാത് സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആഴ്ചയ്ക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റ് ഞാൻ എത്തിയോ? അതുപോലെ നിങ്ങൾക്കൊരു ടാർഗറ്റ് എത്തിയോ എന്ന് നിങ്ങൾ നോക്കണം. ആ ടാർഗറ്റ് എത്തിയിട്ടില്ലെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ ഈ സമയമുണ്ട്. അത് പരിഹരിക്കാനുള്ള അതിന് റെമഡിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. എന്നിട്ട് അടുത്ത സ്റ്റേജ്, അത് അർജന്റ് അല്ല, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയ അർജന്റ് അല്ലാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾ സമയം ചെലവഴിക്കുക പഠിക്കുമ്പോൾ. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ വേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ചാനലിൽ പറയാറില്ല, എൻ്റെ വീട്ടിലെല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവരോടൊപ്പം ഒന്ന് കൂടും. അത് വേറെ വിഷയം. കാരണം നാളെ ഞാൻ ഉണ്ടാകുമെന്ന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഞാൻ സ്വപ്നം കാണുമ്പോൾ ദീർഘകാലം ഞാൻ ഉണ്ടാകുമെന്നും ഈ സ്ഥാപനം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷെ ഞാൻ ജീവിക്കുമ്പോൾ ഇന്നാണ് ഞാൻ ജീവിക്കേണ്ടത്. പലപ്പോഴും ഞാനും ഇത് മറന്നു പോകാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്നെ തിരുത്തും, ഇപ്പോഴാണ് ജീവിക്കേണ്ടത്. അത് എൻ്റെ ഫാമിലി എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, എൻ്റെ ചുറ്റുപാട് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതൊക്കെ പ്രധാനമാണ്. നിങ്ങളും എനിക്ക് പ്രധാനമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഫേസ് അല്ലല്ലോ ഉള്ളത്. പക്ഷെ എൻ്റെ ഫോക്കസ് PSC തന്നെയാണ്, ഈ സ്ഥാപനത്തിൽ തന്നെയാണ്. ആ ഫോക്കസ് ഞാൻ നശിപ്പിക്കാറില്ല. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ കൂളായിട്ടുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുക. നമ്മളെത്തും. എന്നെത്തും ചോദിച്ചാൽ ഭാവിയാണ്. നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ജോത്സ്യരൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒറ്റമൂല്യമൊന്നും നമ്മളെടുത്തില്ല. പക്ഷെ നമ്മൾ എത്തിയിരിക്കും. അതിനധികം കാലൊന്നും വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങളിത് കവർ ചെയ്തിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ സമാധാനം വേണം, കൂളായിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ സ്ഥിരം പഠിക്കുകയാണെങ്കിൽ 365 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങളൊരു 2.5-3 മണിക്കൂറല്ല, ഒരു 4 മണിക്കൂർ എന്ന് കൂട്ടിക്കോ. 365 ദിവസവും. ഇത് ഇത്ര വലിയ കാര്യമില്ല കേട്ടോ. നിങ്ങൾ ജോലി ഉണ്ടാണെങ്കിൽ, അമ്മയാണെങ്കിലും കുട്ടിയുള്ള ആളാണെങ്കിലും നിങ്ങൾക്കത് സാധിക്കും. 365 മണിക്കൂർ × 4
സ്ഥിരമായിട്ട് ഒരു ദിവസം 8 മണിക്കൂർ 10 മണിക്കൂർ അല്ലട്ടെ ഞാൻ പറയണത്, എന്നിട്ട് അടുത്ത ദിവസം പഠിക്കാതിരിക്കാം. മാറ്റം വരാം. ഈ ആഴ്ചയിൽ 28 മണിക്കൂർ നിങ്ങൾ കൂട്ടിയാൽ മതി. ഒരാഴ്ചയിൽ ഏറ്റക്കുറച്ചിൽ വന്നോട്ടെ. അത് പഠിക്കേണ്ടത് മാത്രം പഠിച്ചത് റിവൈസ് ചെയ്ത് ഉറപ്പിച്ച് നിങ്ങൾ പൂവണിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുമെന്ന് 100% ഉറപ്പാണ്. പക്ഷെ പഠിക്കുന്ന സമയം ക്വാളിറ്റി ഉള്ള ടൈമായി മാറ്റാൻ നിങ്ങൾ ചിലപ്പോൾ 2 മാസം അധ്വാനിക്കേണ്ടി വരും. നിങ്ങളുടെ പഠനത്തിലെ തിരുത്തലുകൾ വരുത്തിയിട്ട് 4 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ ഗുണം ഉണ്ടാവില്ല. ചിലപ്പോൾ 1 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് 10 മണിക്കൂറിൻ്റെ ഗുണം ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ താല്പര്യം വരാറില്ല. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ 1 മുതൽ 5 വരെ, ഇപ്പം ഞങ്ങൾ നമ്മുടെ ഗോൾഡൻ ബാച്ചിൽ ചെയ്യുക 1 മുതൽ 5 വരെയുള്ള ഒരു സമയം ഒരു റേറ്റിംഗ് കൊടുക്കും. നിങ്ങൾക്ക് എത്ര ഫോക്കസ് ഉണ്ട് ആ സമയം. ആ ഫോക്കസ് ഉള്ള സമയം ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഫോക്കസ് ഉള്ള സമയം കണ്ടെത്തി അപ്പോഴുള്ള പ്രത്യേകത, അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ സ്വാധീനം, ഇതൊക്കെ നിങ്ങളെ ബാധിക്കും. ഇവിടെ ഗട്ടുണ്ടല്ലോ, വയറ്, അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം പഠിക്കാനിരിക്കുമ്പോൾ. അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ തല അനാവശ്യ ചിന്തകൾ കൊണ്ട് നിറയ്ക്കരുത്. പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മളെങ്കിലും അതിനൊക്കെ അകന്ന് സ്വസ്ഥമായിരിക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. നമ്മളെക്കാൾ പ്രതിസന്ധിയിലുള്ളവർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാത്രിയാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുക. നമുക്കിത് നന്ദിയോടുകൂടി അവസാനിക്കാം. നമ്മൾ ഉക്രൈനിലല്ല, നമ്മൾ അഫ്ഗാനിസ്ഥാനിലല്ല, നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു റോക്കറ്റ് വന്ന് വീഴാനില്ല. നമ്മൾ കേരളത്തിലാണ്. അത് ഇടതാണോ വലതാണോ അതിനെ മെച്ചപ്പെടുത്തിയതെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. എല്ലാവരും കൂടി മെച്ചപ്പെടുത്തിയെന്ന് വിചാരിക്കുക. അവർ മാത്രമല്ല, നമുക്ക് മുന്നേയുള്ള നവോത്ഥാന നായകരും അങ്ങനെ ഒരുപാട് പേരും ഇന്ത്യയിലാണ്. ഇന്ത്യയും നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. എന്തായാലും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള, കൂടിയ ആയുർദൈർഘ്യമുള്ള, കുറഞ്ഞ മരണനിരക്കുള്ള, നമ്മളെ അത്യാവശ്യമൊക്കെ നന്നായി പരിചരിക്കുന്ന ഒരു പൊതുജനാരോഗ്യ സംവിധാനമുള്ള, മെച്ചപ്പെട്ട പൊതുവിദ്യാലയങ്ങളുള്ള, ഞാൻ വീണ്ടും പറയുന്നു, നിലവിലുള്ള സർക്കാരിൻ്റെ വാഴ്ത്തലല്ല, മുന്നേയുള്ള സർക്കാരുകൾക്കും അതിലൊരു പങ്കുണ്ട്. അതിനു മുമ്പേയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ട്. അതിനു മുമ്പേയുള്ള ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പങ്കുണ്ട്. ഈ നാട്ടിൽ ജീവിച്ച ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അടക്കമുള്ള ഹിന്ദു നവോത്ഥാന നായകർക്ക് പങ്കുണ്ടതിൽ. കേളപ്പജിയെ പോലെ, അതെ അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ, AKജിയെ പോലെ, EMSനെ പോലെയൊക്കെയുള്ള ഒട്ടനവധി, VT ഭട്ടതിരിപ്പാടിനെ പോലെ, മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവരുടെയൊക്കെ സഹായമുണ്ട്. നമുക്ക് സഹായം കൊണ്ട് ഇന്ത്യയിലെ തന്നെ മെച്ചപ്പെട്ട സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ പബ്ലിക് റിക്രൂട്ട്മെന്റ് ഉള്ള സ്ഥലമാണോ കേരളം? നിങ്ങൾ തെറ്റിദ്ധരിക്കുക. നിങ്ങൾ ഡാറ്റ എടുത്ത്, ഞാൻ വെല്ലുവിളിക്കുക. പലരും പറയാറുണ്ട് കേരളത്തിൽ നിയമനം കുറവാണ്. വെറുതെ പറയാണ്. ഞാൻ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. കേരളത്തിൽ PSCയിൽ റിക്രൂട്ട്മെന്റ് മോശമല്ല, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാമൂഹികാവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളുള്ളതിനേക്കാൾ മെച്ചമാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലോകത്താണ്, കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിത ശൈലിയും മറ്റു കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തെ വികസിതമായ രാഷ്ട്രങ്ങളുടേതിന് തുല്യമായ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ മനുഷ്യവംശമാകെ പടർന്നു പന്തടിച്ചത് ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്നിട്ടാണ് അല്ലേ? ആഫ്രിക്കയിൽ നിന്ന് വരുന്ന നമ്മുടെ പൂർവികൻ, അവർ ഇന്ത്യയിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിലെത്തി, ആ ഇന്ത്യയിൽ നിന്ന് പിന്നീട് പല കാലങ്ങളിലായി പല പ്രദേശങ്ങളിലൂടെ ഈ കേരളത്തിലെത്തിയതായിരിക്കും അല്ലേ? എത്രമാത്രം പ്രതിസന്ധികൾ അവർ നേരിട്ടുണ്ടായിരിക്കും. നമ്മുടെ അമ്മയുടെ ആ സ്ത്രീ എത്ര ചൂഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടായിരിക്കും. ഏതെല്ലാം വന്യമൃഗങ്ങളിൽ വേട്ടയാടപ്പെട്ട് അവരുടെ സഹോദരിമാർ മരിച്ചിട്ടുണ്ടായിരിക്കും. എന്തെല്ലാം അസുഖങ്ങൾ, കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ വന്ന് അല്ലെ, നമുക്കറിയാം കോളറക്കാലം കേരളത്തിലുള്ള തന്നെ, മരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് നമ്മളെ പറക്കാൻ വേണ്ടി നമ്മുടെ അമ്മ ജനിച്ചു വീണത്, അല്ലെങ്കിൽ നമ്മൾക്ക് തുടക്കമിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനുണ്ടായത്. അങ്ങനെ പ്രകൃതിയുടെ നിർദ്ധാരണത്തിൽ അർഹത കൊണ്ട് മാത്രം അതിജീവിച്ച് ഇന്നത്തെ കാലത്തിലെത്തിയവരാണ് നമ്മൾ. എത്രയോ പ്രതിസന്ധികളെ തരണം ചെയ്ത് ആണ് ആ പഴയ നമ്മുടെ വലിയ വംശത്തിൽ നിന്ന് ഇതാ നമ്മളിലേക്ക് എത്തി നിൽക്കുന്നത്. ഇവിടേക്കെത്താൻ, ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഇവിടേക്കെത്താൻ നമ്മുടെ മാതാവിൻ്റെ പരമ്പരയും
പിതാവിൻ്റെ പരമ്പരയും അടക്കമുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയാടോ ഈ 10th ലെവലിൽ പ്രവചിക്കാൻ പറ്റാവുന്ന, അന്ന് പ്രവചിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ, പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അവർക്ക് ആകെ നിസ്സഹായരായി ദൈവത്തോട് മാത്രം പറയലായിരിക്കും അവർക്ക് വഴി. ഇന്നതല്ല. PSCക്ക് നിങ്ങൾക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദ്യം വരുന്നത്, SCERT ബുക്ക് എന്നാണ് ചോദ്യം വരുന്നത്. അതിനുള്ള സോഴ്സ് നിങ്ങൾക്കുണ്ട്, അതിന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾക്ക് അതിന് പഠിക്കാനുള്ള ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, അതിന് പറ്റാവുന്ന ഒരു കണ്ണ് തന്നിട്ടുണ്ട്, അതിന് പറ്റാവുന്ന സ്വസ്ഥമായ മനസ്സ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പാരമ്പര്യമാകട്ടെ എങ്ങനെയാണ് ഒട്ടനവധി പ്രതിസന്ധികളെയും ഒട്ടനവധി പ്രശ്നങ്ങളുടെയും അതിജീവിച്ചു വന്ന ഒരു വംശപരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് നിങ്ങൾ. ഇത്രയും സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ളപ്പോൾ നിങ്ങൾ എവിടെ പരാജയപ്പെടാനാ? നിങ്ങൾ പരാജയപ്പെടണമെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കും കാരണം. മറ്റൊന്ന്, അവരെത്ര പരാജയപ്പെട്ടിട്ടാണ് വിജയിച്ച് നിങ്ങളിലേക്ക് എത്തിയത്. നിങ്ങളെന്ന ഒരു പുത്രനിലേക്കോ പുത്രിയിലേക്കോ എത്താൻ എത്രമാത്രം പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ പരാജയങ്ങളുടെ അവിടെ അവരുടെ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിലോ? അല്ലേ, നമുക്കറിയാലോ. ഇപ്പോൾ സിന്ധു നദിയുടെ പ്രദേശത്തെത്തിയിട്ടുള്ള ഇന്ത്യക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അവിടെ നിന്ന് പെറ്റുപെരുകി അവർ ഗംഗാതടത്തിലേക്ക് എത്തി. ഗംഗാതടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വളക്കൂറുള്ള മണ്ണാണ്, പക്ഷെ അവരെടുത്ത് ഇരുമ്പില്ല. അവരന്വേഷിച്ചു ഈ വനം വെട്ടി വെളുപ്പിക്കാൻ, ഈ മണ്ണൊന്ന് ഉഴുതുമറിക്കാൻ പറ്റാവുന്ന കാഠിന്യമുള്ള വസ്തുവേദ അന്വേഷിച്ചപ്പോൾ അവർക്ക് അന്നേ വരെ പരിചയമില്ലാത്ത ഇരുമ്പ് കണ്ടെത്താൻ പറ്റി. അന്വേഷിക്കൂ, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്കിപ്പോൾ ഏകദേശം പ്രവചിക്കാൻ പറ്റാവുന്ന ഓരോരോ ചോദ്യങ്ങളായിട്ടല്ല, പ്രവചിക്കാൻ പറ്റാവുന്ന, ആ പ്രവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സോഴ്സുകൾ പഠിച്ചെടുക്കാൻ പറ്റാവുന്ന നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ലേ? നേടിയെടുക്കാൻ പറ്റും. പക്ഷെ മുറിവേൽക്കാൻ, പരാജയപ്പെടാൻ ഒരു മനസ്സ് വേണം. ഓരോ പരാജയത്തിന് ശേഷവും പടപൊരുതി ഉയർന്നു പൊന്താനുള്ള ശക്തിയും വേണം. അത് നിങ്ങളിൽ തന്നെത്താൻ ഉണ്ട്. നിങ്ങളായിട്ടത് കളയാതിരുന്നാൽ മതി. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഈ വരുന്ന ജനുവരി 25-ന് നമുക്ക് നാളെ വൈകുന്നേരം മുതൽ നമുക്കൊരു പ്രത്യേക സെഷൻ ആരംഭിക്കുന്നുണ്ട്. 5 മണിക്ക് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് നാളെ കാണാം.